ചില റിവ്യൂസ്ഡ് വീഡിയോയിലായിരിക്കും നമുക്ക് കൂടുതലും വാച്ച് അവർ വന്നിരിക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്തിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വനിതാ ദിനമൊക്കെയാണ്. അപ്പോൾ എല്ലാ വനിതകൾക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റിക്വസ്റ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോണിറ്റൈസേഷൻ എന്താ പറയുക, ആകാനായവർ എൻ്റെ ചാനൽ കാണുന്നത് കുറച്ച് അപൂർവം പേരേ ഉള്ളൂ. അപ്പോൾ കൂടുതൽ പേരും എന്താണ് തുടക്കക്കാരും തുടങ്ങാനിരിക്കുന്നവരൊക്കെയാണ് ചാനൽ കാണുന്നതെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാൻ അധികം നോക്കിയപ്പോൾ എങ്കിലും ഞാൻ മോണിറ്റൈസേഷന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആകണം, 1000 സബ്സ്ക്രൈബേഴ്സും ആകണം. അറിയാലോ, അതൊക്കെ ക്രൈറ്റീരിയകളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 365 ദിവസത്തിൽ 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 365 ദിവസത്തെ വാച്ച് അവേഴ്സാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ ബാക്കിലുള്ളത് മൈനസ് ആയി പോകും കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും അവസാനം വരെയും കാണണം. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ മെസ്സേജ് ചെയ്യാൻ മടിയുള്ളവർ എൻ്റെ തമ്പെങ്കിലും കാണിക്കണേ ഇഷ്ടമായാൽ. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. മെയിനായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എല്ലാവരും മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മോണിറ്റൈസേഷനൊക്കെ ആയി കാശൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലാതെ വെറുതെ നമ്മൾ സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എല്ലാവരുടെയും ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് കാശ് സമ്പാദിക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ മോണിറ്റൈസേഷൻ അങ്ങനെ കുറേ ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. റീയൂസ്ഡ് കണ്ടൻറ്റ് വരാൻ പാടില്ല, എന്താ പറയുക, കോപ്പി റൈറ്റ് വരാൻ പാടില്ല. പിന്നെ സബ്സ്ക്രൈബേഴ്സിനെയും വാച്ച് അവേഴ്സിനെയും ഞാൻ പറഞ്ഞില്ലേ, അത് അറിയാമല്ലോ എല്ലാവർക്കും. ഏകദേശം എല്ലാവർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കോപ്പി റൈറ്റ് നമുക്കൊരു പരിധിവരെ കാണാൻ പറ്റും. നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ചിലപ്പോൾ കോപ്പി റൈറ്റ് എന്ന് വരും. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ചിലവർ ചെയ്യില്ല, അങ്ങനെ തന്നെ വയ്ക്കും. അപ്പോൾ പക്ഷേ അങ്ങനെ വയ്ക്കുമ്പോൾ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ റീയൂസ്ഡ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അല്ലാത്ത വീഡിയോകൾ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ടാകും. പക്ഷേ അതിൽ വേറെ ഒന്നും ഉണ്ടാകില്ല. എന്താ പറയുക, നമുക്ക് അറിയാൻ പറ്റത്തില്ല, അത് ഇട്ടതാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഉള്ള വീഡിയോസ് നമ്മൾ കൊണ്ടിടുമ്പോൾ അതിന് റീയൂസ്ഡ് വരും. അവസാനം ചെക്കിങ്ങിലാണ് അത് വരാറുള്ളത്. നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് വരാറുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ, ഞാൻ ചെയ്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ മോണിറ്റൈസേഷൻ ആകാനായി, ഏകദേശം വാച്ച് അവർക്ക് കംപ്ലീറ്റ് ആകാനായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഏകദേശം ഒരു ഭോഗമുള്ള വീഡിയോകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടേതല്ലാത്ത വീഡിയോകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം ലിസ്റ്റാക്കി അതിനെ ഡിലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്ര പ്രശ്നം വരത്തില്ല നമുക്ക്. പിന്നെ കോപ്പി റൈറ്റ് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇതൊക്കെ എന്താ പറയുക ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് സോങ് ആണെങ്കിൽ കോപ്പി റൈറ്റ് വന്നെങ്കിൽ സോങ് മ്യൂട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ നമുക്ക് റീയൂസ്ഡിലാണ് മോണിറ്റൈസേഷൻ കട്ടാവുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മോണിറ്റൈസേഷൻ അപ്ലൈക്ക് മുമ്പ് തന്നെ നമ്മൾ ഇത് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഇല്ലെങ്കിൽ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. റീയൂസ്ഡ് കണ്ടൻറ്റ് പോലെയുള്ള നമുക്ക് തോന്നുന്നത് നമ്മുടേതല്ലാത്തത് ഉണ്ടെങ്കിൽ നമ്മൾ വേഗം ഡിലീറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ തന്നെ നമ്മൾ വീണ്ടും ഒന്നുകൂടി ഇട്ടിട്ടുണ്ടെങ്കിലും അതും ഡിലീറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു ലോങ് വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ഷോർട്ട് അല്ലാതെ നമുക്ക് യൂട്യൂബ് തരുന്ന ഇതല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് നമുക്കൊരു ലോങ് വീഡിയോ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് നമ്മൾ ഷോർട്ടാക്കി ഇടാറുണ്ട്. അങ്ങനെ ഇടുന്ന വീഡിയോ ചിലപ്പോൾ റീയൂസ്ഡ് വരാൻ സാധ്യതയുണ്ട്. അതും 1-2 ഇട്ടാൽ കാര്യമില്ല. കൂടുതലും അങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടുകയാണെന്ന് വെച്ചാൽ അതും ഡിലീറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. അങ്ങനെ ഡിലീറ്റ് ആക്കുമ്പോൾ സബും കാര്യങ്ങളൊന്നും പോകില്ല, നമ്മുടെ വ്യൂസ് കുറയത്തേ ഉള്ളൂ. പക്ഷേ നമ്മൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. കാരണം നമുക്ക് വേറൊരു പകരം ലോങ് വീഡിയോ ഒക്കെ ചിലപ്പോൾ വാച്ച് അവർ കൂടുതലുള്ള വീഡിയോ ഒക്കെ ആണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിൽ ആണ് വാച്ച് അവർ എടുത്തിട്ട് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടണമെങ്കിൽ ചിലപ്പോൾ ചില റിവ്യൂസ്ഡ് വീഡിയോയിലായിരിക്കും നമുക്ക് കൂടുതലും വാച്ച് അവർ വന്നിരിക്കുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ഡിലീറ്റ് ചെയ്യാം കേട്ടോ റീയൂസ്ഡ് ആയിട്ടുള്ള വീഡിയോസ്. അപ്പോൾ ഞാൻ മോണിറ്റൈസേഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ സ്ക്രീൻ റെക്കോർഡൊന്നും എടുത്തിട്ടിട്ട് ചെറുതായിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാണ്. അപ്പോൾ ഞാൻ മനസ്സിലാകുന്ന വിധത്തിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. കാരണം എന്താ പറയുക, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അല്ല തുടക്കക്കാരാണ്, എന്താണ് പിന്നീട് എന്നൊക്കെ നോക്കാമെന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ആദ്യം തന്നെ നോക്കി വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. കാരണം ചിലപ്പോൾ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ചിലപ്പോൾ നോക്കുമ്പോൾ റീയൂസിനും കോപ്പി റൈറ്റ് ഒക്കെ വരാൻ സാധ്യത. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളിപ്പോൾ തന്നെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ്. അതിന് ശേഷമാണ് നമുക്ക് മോണിറ്റൈസേഷൻ ആകുക എന്നൊക്കെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പോകുമല്ലോ. അപ്പോൾ അറിഞ്ഞതുകൊണ്ടൊരു തെറ്റുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻഷോട്ടിലേക്ക് പോകാം, കാണിച്ചു തരാം. നമ്മുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ YT സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ ക്രോമിലോ പോയിട്ട് പേജ് എടുക്കുക. അപ്പോൾ അപ്ലൈ എന്ന് കാണും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാർട്ട് എന്ന് കാണും കേട്ടോ. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും. അതിൽ ഐ എക്സ്പെക്റ്റ് ദ ബേസ് ടേംസ് എന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു പേജ് വരും കേട്ടോ. സ്റ്റാർട്ട് എന്ന് കൊടുക്കുക, സെക്കൻഡാണ്. അപ്പോൾ സ്റ്റാർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു പേജ് വരും കേട്ടോ.
കാണിച്ചു തരാം. അപ്പോൾ ഡു യു ഹാവ് ആൻ എക്സിസ്റ്റിംഗ് ആഡ്സെൻസ് ഓർ ആഡ്സെൻസ് ഫോർ യൂട്യൂബ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ തന്നെ ആഡ്സെൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ എസ് ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. നോ ഐ നീഡ് ടു ക്രിയേറ്റ് വൺ എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എന്താണ് മെയിൽ ഐ ഡിയും അതിൻ്റെ പാസ്വേഡൊക്കെ കൊടുക്കാൻ വേണ്ടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക, ഇന്ത്യ എന്ന്. പിന്നെ സെറ്റപ്പ് അക്കൗണ്ട് എന്ന് അടിയിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും, സബ്മിറ്റ് എന്ന്. അത് ബ്ലൂ ആയിരുന്നു കേട്ടോ, അപ്പോൾ വൈറ്റ് ആയതായിരുന്നു. പിന്നെ അക്കൗണ്ട് ടൈപ്പ് ആണ് കേട്ടോ, അത് ഇൻഡിവിജ്വൽ എന്ന് കൊടുക്കുക. പിന്നെ നമ്മൾ ഏത് ഐ ഡിയാണോ കൊടുക്കുന്നത് അതിൽ അഡ്രസ്സ് തന്നെ കറക്റ്റായിട്ട് നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ, തെറ്റാതെ. ഇപ്പോൾ സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ജില്ല കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമ്മുടെ ഫോൺ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പറിൽ ഒരു പിന്ന് വരും, അത് കൊടുത്ത് സെൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇത് കംപ്ലീറ്റ് ആയി. എന്താ പറയുക, 2 or 3 വീക്കിനുള്ളിൽ ഇത് ശരിയാകുന്നതാണ് പറയുന്നത്. നമ്മുടെ ഇത് സക്സസ്ഫുള്ളായി വരുന്നതാണ്. പക്ഷേ 24 മണിക്കൂറിനുള്ളിൽ സക്സസ്ഫുൾ ആകും കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഗൂഗിൾ ആഡ്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് ക്രോമിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമ്മുടെ എന്താ പറയുക ഗൂഗിൾ ആഡ്സെൻസ് ഇൻ അടിച്ചു കൊടുത്താൽ നമുക്ക് ഓപ്പണായി വരും കേട്ടോ. പിന്നെ അതിൽ നമുക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റിൻ്റെയും വെരിഫിക്കേഷൻ ചെക്കൊക്കെ. പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക മൾട്ടി സ്റ്റുഡിയോയിൽ $10 ആയിട്ട് ഏൺ പേജിൽ തന്നെ $10 ആകുമ്പോഴേ നമുക്ക് എന്താ പറയുക ഐഡൻറ്റിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ $10 ആകാത്ത മുന്നേ അപ്ലൈ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പാൻ കാർഡ് കൊടുക്കാൻ നോക്കുക, കൂടുതലായിട്ടും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഫോട്ടോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ആഴ്ചയ്ക്കുള്ളിൽ എന്താ പറയുക ഐഡൻറ്റിഫിക്കേഷൻ പിന്നെ വീട്ടിലെത്തുന്നതായിരിക്കും. അത് ആ പിന്ന് വന്ന ശേഷം വീണ്ടും ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ. ഐഡൻറ്റിഫിക്കേഷൻ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് പിന്നെ ബാങ്ക് അക്കൗണ്ടും ടാക്സും ആണ് കൊടുക്കാനുള്ളത്. അത് നമുക്ക് ഗൂഗിൾ ആഡ്സിൽ തന്നെ കാണാൻ സാധിക്കും. അത് എല്ലാവരും ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ മോണിറ്റൈസേഷൻ ഓൺ എന്ന് കൊടുത്താൽ മാത്രമേ പരസ്യം വരത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ 4000 വാച്ച് അവർ ആയിട്ടുള്ള മോണിറ്റൈസേഷനാണ് പറഞ്ഞത്. അപ്പോൾ 3000 വാച്ച് അവർ ആയാലും ഹാഫ് മോണിറ്റൈസേഷൻ ആക്കാൻ പറ്റും. അപ്പോൾ 1000 സബ്സ്ക്രൈബർ വേണമെന്നില്ല. 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സുമാണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ജോയിൻ ബട്ടണും അതേപോലെ സൂപ്പർ താങ്ക്സ് അങ്ങനെയുള്ളതും കിട്ടും കേട്ടോ. നമുക്ക് അത് ഓണായി വരും. അതാണ് കേട്ടോ അതിൻ്റെ പ്രത്യേകത. ബാക്കി എന്താ പറയുക ഷോർട്സിലെ ആഡ്സും വാച്ച് പേജ് ആഡ്സും പിന്നെ ബ്രാൻഡ് കണക്റ്റ് പിന്നെ ഷോപ്പിംഗ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ 4000 വാച്ച് അവറായിട്ട് മോണിറ്റൈസേഷൻ ആയാൽ മാത്രമേ നമുക്കത് ലഭിക്കത്തുള്ളൂ. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. ഞാൻ ഷോപ്പിംഗ് എടുത്തിട്ടില്ല. ഷോപ്പിംഗ് എല്ലാ ചാനലിലും അവൈലബിൾ അല്ല കേട്ടോ. ചില പ്രത്യേക ചാനലുകൾക്ക് അത് ഒഴിവാക്കാറുണ്ട്. എന്തൊക്കെയോ എന്താ പറയുക ഇടാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് അനുവദിക്കുന്നതായിരിക്കില്ല കേട്ടോ ഷോപ്പിംഗ്. അപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് ഓണാക്കിയിട്ടില്ല, ഓഫാണ്. കാരണം അതിന് 14 ദിവസം എന്തോ ട്രയലാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് കാശ് അടയ്ക്കണം. അപ്പോൾ ഞാനത് എടുത്തിട്ടില്ല. ഇപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. നല്ലവണ്ണം ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക് ഷോപ്പിംഗ് കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ചാനൽ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ അത് ലഭിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മോണിറ്റൈസേഷൻ ആകാൻ സാധിക്കട്ടെ. അപ്പോൾ നല്ല നല്ല വീഡിയോകൾ ചെയ്ത് പെട്ടെന്ന് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മോണിറ്റൈസേഷൻ ആകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്കും മെസ്സേജും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.